ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് കേസിലെ ഏകപ്രതി. കുറ്റകരമായ നരഹത്യ, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 24 എക്സ്ക്ലൂസീവ്. ഈ വർഷം ജനുവരി 26-ാം തീയതിയാണ് ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ശരീരമാസകലം അതിക്രൂരമായ മുറിപ്പാടുകളുണ്ടായിരുന്നു. 6 ദിവസം ആശുപത്രിയിൽ കിടന്ന പെൺകുട്ടി 7-ാം ദിവസം മരണത്തിന് കീഴ്പ്പെട്ടു. കേസിലെ പ്രതി പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ അനൂപ് എന്ന യുവാവ്. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് 120ഓളം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. സംശയത്തെ തുടർന്ന് അനൂപ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അനൂപ് തന്നെ പെൺകുട്ടി തൂങ്ങിയ കയർ അറുത്തിട്ടെങ്കിലും മരിച്ചെന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കടന്നുകളഞ്ഞുവെന്നാണ് കുറ്റപത്രം. പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകം. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. 150ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ് എന്നിവ പോലീസ് കണ്ടെത്തിയിരുന്നു. കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 3-ാം മാസമാണ് ചോറ്റാനിക്കര SHO മനോജിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അനൂപിന് വേണ്ടി സ്വന്തം അമ്മയെ പോലും ആ പെൺകുട്ടി തള്ളിപ്പറഞ്ഞിരുന്നു. ഒടുവിൽ സംശയത്തിന്റെ പേരിൽ അനൂപ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാകുമെന്നാണ് ചോറ്റാനിക്കര പോലീസിന്റെ പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.